ഇത് ഞങ്ങൾ 5 വർഷങ്ങൾക്ക് മുന്നേ ചെയ്തൊരു ഓട് വർക്കാണ്. അതായത് സെക്കൻഡ് ഫ്ലോറിൽ മൊത്തത്തിലെന്ന് പറഞ്ഞാൽ കുറേ ഭാഗത്തിൽ നമ്മൾ ക്ലേ ടൈല് പുതിയ ഓട് വെച്ച സംഭവമാണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പം അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇപ്രാവശ്യം ഈ വീഡിയോക്കകത്ത് കൂടെ പറയാൻ പോകുന്നത്. അപ്പം ഇതാണ് വീട്. അപ്പം നമ്മൾ സാധാരണ എല്ലാ വീഡിയോകളിൽ നിന്ന് നമ്മുടെ വർക്കിനെക്കുറിച്ചും അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോക്കകത്ത് റേറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം 5 വർഷത്തെ മുന്നത്തെ റേറ്റ് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അത് മാത്രമല്ല കേട്ടോ, അന്ന് എത്ര പൈസക്ക് ചെയ്തു എന്നുള്ളതും വലിയ ഓർമ്മയൊന്നുമില്ല. പിന്നെ അന്ന് ചെയ്ത് കൊടുത്ത റേറ്റൊന്നും നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അന്ന് ചെയ്തു എത്ര റേറ്റ് എന്നുള്ളത് പിന്നെ തപ്പി നോക്കിയാൽ കാണും. പഴയ ബുക്കിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, എന്നാലും നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് വർക്ക് 5 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പം ഇതിന് പിന്നെ കാര്യമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നല്ല, പിന്നെ അന്നത്തെ കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഫി ബ്രൗൺ കളറൊക്കെ അടിച്ച ഓടാണ്. അതായത് ഇതുണ്ടല്ലോ, ഫുള്ള് കോഫി ബ്രൗൺ ആണ്. അന്ന് ഏറ്റവും കൂടുതൽ ഒരു 5 വർഷം 5-8 വർഷം മുമ്പത്തെ കാലയളവിൽ ഏറ്റവും കൂടുതൽ അടിച്ചുകൊണ്ടിരുന്ന കളറാണ്. അപ്പം അന്നത്തെ കാലത്ത് ഇത് പുതിയ പ്രഭാകരയുടെ സിംഗിൾ പാത്തി ഓട് വെച്ചതാണ്. അപ്പോൾ അത് പിന്നെ മൊത്തത്തിൽ പെയിൻ്റൊക്കെ അത്യാവശ്യം ഇളകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അന്നത്തെ കണ്ടീഷനിൽ. കാരണം സിമെൻറ്റൊക്കെ അടിച്ച് ഉണ്ടല്ലോ, പെയിൻ്റൊക്കെ അത്യാവശ്യം ഇളകിയിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമായ ഒരു കംപ്ലൈൻറ്റും ഇനി കാണിക്കാനില്ല. പിന്നെ പാത്തിയുടെ സൈഡിലോട്ട് വരുവാണെങ്കിൽ പാത്തി പിന്നെ ചപ്പൊക്കെ വീണ് ഇപ്പം നമ്മൾ വാരിക്കളഞ്ഞത് ആ ഭാഗം കാണുന്നില്ലേ. അപ്പോൾ പിന്നെ അല്ലാണ്ട് വേറെ അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിവിടെ വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഓപ്പൺ ടെറസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പം ഇത് കണ്ടില്ലേ, നല്ല കണ്ടീഷൻ തന്നെയാണ്. അന്നത്തെ മെയിനായിട്ടുള്ള ചെയ്യുന്നിരിക്കേണ്ട പിന്നെ മോപ്പ് കണ്ട മോപ്പ് അന്ന് മെയിനായിട്ട് മൾട്ടിവുഡിലാണ് ചെയ്യുക. ഇപ്പോൾ പിന്നെ മൾട്ടിവുഡൊക്കെ ഉപയോഗിക്കൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ACP ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ല പൈപ്പ് കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യലുണ്ട്. അന്നും പിന്നെ മൾട്ടിവുഡാണ് മെയിൻ. പക്ഷെ അന്ന് മൾട്ടിവുഡ് പൊട്ടിപ്പോന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ 5 വർഷമായിട്ടും അതിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ആ മൾട്ടിവുഡിന് കാണാനില്ല. കാരണം പിന്നെ സാധാരണ പായലിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്, അതും വലിയ തോതിൽ കാണിക്കുന്നില്ല. ചെറിയ തോതിലൊരു മങ്ങലൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. രണ്ട് സൈഡിലായിട്ട് മോപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടിലൊരു മോപ്പും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് അതിനകത്ത് ചെയ്തിട്ടുണ്ടായത്. അപ്പം അന്നത്തെ കണ്ടീഷനിൽ നിന്ന് ആകെ ഉണ്ടായിട്ടുള്ള കംപ്ലൈൻറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഓടിൻ്റെ കളറ് മങ്ങിയിട്ടുണ്ട്. പെയിൻറ്റ് ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട് അന്നത്തെ. കാരണം അതുണ്ടല്ലേ, ആ ഭാഗത്തൊക്കെ അത്യാവശ്യത്തിന് രീതിയിൽ പോയിട്ടുണ്ട്. എന്നാലും താഴെ നിന്ന് നോക്കുമ്പോൾ വലിയ സീനൊന്നുമില്ല. അപ്പം ഇപ്രാവശ്യം വന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറവശത്ത് ഓപ്പൺ ടെറസിൽ കുറച്ച് റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ പിന്നെ സംഭവം കാണിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം, ചില വീഡിയോകളിലൊക്കെ നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് കമൻറ്റ് വരും. ഒറ്റ വർഷം കൊണ്ട് മൊത്തം അടിഞ്ഞു പൊളിഞ്ഞ് താഴെ കിടക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റുകൾ പല വീഡിയോകളും അടിയിലും നമ്മൾ കാണാറുണ്ട്. അല്ല, നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും കാണും. അപ്പോൾ രണ്ട് രീതിയിലും കാണും. ഒരു കുഴപ്പമില്ലാതെ 19 വർഷമൊക്കെ നിന്നിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന 50-100 വർഷങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന വീഡിയോകളും ഉണ്ട്, ആൾക്കാരും ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു വർഷം കൊണ്ട് തകർന്നു പോയിട്ടുണ്ട്, എൻ്റെ വീട് പോയി എന്നൊക്കെ പറഞ്ഞ അനുഭവമുണ്ട്. അതൊക്കെ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. നമ്മൾ ഈ സംഭവം ചെയ്തിട്ട് നിലവിൽ 5 വർഷമായി. ഇതിന് നിലവിൽ ഒരു ഓട് പൊട്ടിയിട്ട് പോലും ഇതിൻ്റെ അകത്ത് കാണാനില്ല. അങ്ങനെ ഒരു പ്രശ്നം പോലും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ പൈപ്പെല്ലാം കൂടി തകർന്നു പോയി എന്ന് പറയുന്നതിന് എന്ത് അടിസ്ഥാനമുള്ളതെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് സെറാമിക് ചെയ്യുന്നുണ്ട്, സെറാമിക് കൂടാതെ നാടൻ റോഡ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട്. അപ്പോൾ നാടൻ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് തന്നെയാണ്, ചൂട് കുറഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. അതായത് മുകളിൽ റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ നല്ല തണുപ്പ് കൂളിങ്. കാരണം ഇനിയത്തെ മുന്നോട്ടുള്ള കാലാവസ്ഥയിലെന്ന് പറഞ്ഞാൽ ചൂട് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അപ്പം നാടനോട് ഏറ്റവും നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. സെറാമിക് പിന്നെ അങ്ങനെ മോശം എന്നല്ല പറയുന്നത്, ചൂടിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം പിന്നെ ലാസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലും നാടനോടിന് അങ്ങനെ പുതിയ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല. മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പൊട്ടും എന്നുള്ളതാണ് ഓടിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. അത് സെറാമിക്കിനെ അപേക്ഷിച്ച് നാടനോടിന് കുറച്ച് കൂടുതലുണ്ട്. സെറാമിക് പൊട്ടൂല എന്നല്ല കേട്ടോ, പൊട്ടും. പിന്നെ ഇതുപോലെ തന്നെ രണ്ടാം നിലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാത്തിയുടെ കാര്യത്തിലൊക്കെ പരാജയമുണ്ട്. പാത്തി ഒരു വിജയമായ ഒരു സംഭവമാണെന്ന് തോന്നുന്നില്ല. പാത്തിയുടെ കേസിൽ പാത്തിക്ക് കവറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എങ്കിലും കവറിങ്ങിനും പരാജയങ്ങളുണ്ട്. പരമാവധി വലിപ്പം കൂടിയ പാത്തി കൊടുക്കുക, പരമാവധി ഡ്രോപ്പിൻ്റെ എണ്ണം, വെള്ളം പോകാനുള്ള പൈപ്പ് ഹോളിൻ്റെ എണ്ണം പരമാവധി കൂട്ടി വെക്കുക. അതുമാത്രമാണ് ഇങ്ങനെയുള്ള കേസിൽ പരമാവധി ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ സീലിംഗ് സൈഡിലേക്ക് വരുവാണെങ്കിൽ, പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശത്തൊന്നും നമ്മൾ സീലിംഗ് ഒന്നും നിലവിൽ അന്നത്തെ കണ്ടീഷനിൽ ചെയ്തിട്ടില്ല. അന്ന് ഒരു ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അല്ലെങ്കിൽ കഴുക്കോലിൻ്റെ അടിയിലൊക്കെ ചില കേസിലൊക്കെ സീലിംഗ് ചെയ്യലുണ്ട്. അത് പിന്നെ ഭയങ്കര ഫോളോങ്, അതിന് പല രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാം. ഓടിൻ്റെ ഫ്രണ്ടിലോട്ട് ACP ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ലാസ്റ്റിങ് കിട്ടും. കാരണം അതിന് നനഞ്ഞാലും കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അവർ ചെയ്തിരിക്കുന്ന അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ സീലിംഗ് ആണ് ഇതിൻ്റെ ഉൾവശത്തോട്ട് അന്ന് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അന്ന് നമ്മളോട് ജിപ്സം ചെയ്യട്ടെ എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടും നമ്മൾ ജിപ്സം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. കാരണം ജിപ്സത്തിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇൻ കേസിൽ ഒരു തുള്ളി 2 തുള്ളി വെള്ളം വീണാൽ, ഈർപ്പടിച്ചിട്ട് ഒരു തുള്ളി വെള്ളം കാനും വീണിട്ടുണ്ടെങ്കിൽ ജിപ്സം നനഞ്ഞൊലിച്ച് പൊട്ടിപ്പോകും. അപ്പം അന്ന് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഒരു ഡിസൈനൊക്കെ ആക്കിയിട്ട് ചെയ്ത ഇതാണ്. അതുകൊണ്ട് തന്നെ ഓടിൻ്റെ ഭാഗങ്ങളൊന്നും കാണൂല. അപ്പോൾ ഇത് ഏത് സംഭവം ചെയ്യാം. അതുപോലെ നനഞ്ഞു കഴിഞ്ഞാൽ പോകാത്ത ഏത് സീലിങ്ങും ഇതിൻ്റെ അടി ചെയ്യാം. പക്ഷേ നനഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന, അതായത് ജിപ്സം പോലത്തെ സംഭവങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു സൈഡ് തൊട്ട് ഇങ്ങനെ നടന്ന് വീഴാൻ തുടങ്ങും. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം എല്ലാ സൈഡിലും ഫ്രണ്ട് വശത്ത് പിന്നെ പൈപ്പ് ഡ്രോപ്പ് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ പിടിപ്പിക്കുന്നത് പരമാവധി വലിയ പൈപ്പ് പിടിപ്പിക്കണം. ഇത് അന്ന് അങ്ങനെ അവർ ചിലവ് കുറക്കാൻ വേണ്ടി അവർ തൊന്നം പിടിപ്പിച്ചാണ്. പരമാവധി ചിലവ് കുറഞ്ഞ രീതിയിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിപ്പിച്ചാണ്. പിന്നെ അതൊക്കെ ഇറക്കുന്നത് അതേ വലിപ്പമുള്ള പൈപ്പുകൾ തന്നെ പരമാവധി ഇറക്കാൻ ശ്രമിക്കുക. അപ്പം ഇതാണ്. ഇപ്പം പിന്നെ മോപ്പ് ഇങ്ങനത്തെ ഡിസൈനൊന്നും ചെയ്യലില്ല. ഇപ്പം പിന്നെ ആനവായി ഡിസൈനൊക്കെയാണ് കൂടുതൽ. അതായത് 4 കോടി 4 സൈഡും താന്നിരിക്കുന്ന ചെരുവിലുള്ള ഡിസൈനുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തം. അതിൻ്റെ സൈഡിലൊരു ടാങ്ക് വെക്കാൻ ഒരു സ്പേസ് അവർ വാർത്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ബാത്റൂമിൻ്റെ സ്പേസും കൂടിയാണ്. അപ്പം അല്ലെ പിന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെ പിന്നെ ഇതിൻ്റെ മേലെ ഉള്ളിൽ വെക്കുകയോ എന്തെങ്കിലും ചെയ്യണ്ടേ, അല്ലെ പുറത്ത് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു ബാത്റൂമിൻ്റെ ഏരിയ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് അവിടെയാണ് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ അറിവിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ആയിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. ഇനിയും നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് തുടർന്നും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പഴയ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ ഒക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.